കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ ഇതുവരെയും പഠിച്ചു കഴിഞ്ഞത് റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് വരെയാണ്. ഇനി ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ റുദർഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആറ്റം മോഡലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ, റുദർഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആറ്റം മോഡലിനെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അഥവാ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ് വിളിച്ചത്. അപ്പോൾ ആ മോഡലിൽ അല്ലെങ്കിൽ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിലെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. ആൻ ആറ്റം ഈസ് ഹാവിങ് എ പോസിറ്റീവ് സെൻറ്റർ. ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജുള്ള സെൻറ്റർ ഉണ്ട് എന്നാണ്. സോ ദാറ്റ് സെൻറ്റർ ഈസ് കോൾഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ആദ്യമായിട്ട് ന്യൂക്ലിയസ് എന്നുള്ള ആറ്റത്തിൻ്റെ ആ സെൻറ്ററിനെ പറ്റിയുള്ള ഒരു ഐഡിയ ആദ്യമായി തരുന്നത് റുദർഫോർഡാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂക്ലിയസ് എന്നുള്ള ആറ്റത്തിൻ്റെ സെൻറ്ററായ ന്യൂക്ലിയസിനെ പറ്റി ആദ്യമായി ആ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ റുദർഫോർഡാണ്. അദ്ദേഹം പറഞ്ഞു, an atom is having a positive center and that positive center of atom is called nucleus and it is very very smaller in size. That is a very important thing. That means compared with the total volume of atom, volume of a nucleus is very very smaller. അതായത് ആറ്റത്തിൻ്റെ ടോട്ടൽ വോളിയവുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വോളിയം വളരെ വളരെ ചെറുതാണ് എന്നുള്ളതാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് ആറ്റമായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ ആ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിലുള്ളൊരു ഈച്ചയുടെ അത്രയേ ഉള്ളൂ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ചെറുതാണ് ന്യൂക്ലിയസ്. ബട്ട് ഇറ്റ് ഈസ് ഹൈലി ഡെൻസർ. ദാറ്റ് ഈസ് അനദർ പോയിന്റ്. ഡെൻസർ മീൻസ് almost 99% of the weight of the atom is concentrated in the center, that is in the nucleus. അപ്പോൾ ഫലത്തിൽ ന്യൂക്ലിയസിനെ പറ്റി പറയുകയാണെങ്കിൽ we can say the positive center of an atom is called the nucleus and it is very very smaller in size. That means compared with the total volume of atom, the volume of a nucleus is very very smaller, but it is highly denser. Means almost 99% of the weight of the atom is concentrated in the nucleus. That was the point. And then he said, within the nucleus the protons are accumulated. ആറ്റത്തിൻ്റെ സെൻറ്ററായ ന്യൂക്ലിയസിലാണ് നമുക്ക് പ്രോട്ടോണുകളെ കാണാൻ സാധിക്കുക. And the second point he said, the negatively charged electrons are revolving around the nucleus in a certain circular path called orbit. അതായത് ഓർബിറ്റ് എന്ന് വിളിക്കുന്ന സർക്കുലാർ പാത്തുകളിലൂടെയാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. So we can say the second point, the electrons, the negatively charged particle of an atom is revolving around the nucleus in a certain circular path called orbit. And very important thing, electron is negatively charged and nucleus is having positively charged, and there is an attraction between the nucleus and the electron. Because of that attraction, because electron is negatively charged and nucleus is positively charged, because of the attraction between the oppositely charged species, the electron is revolving around the nucleus. That was an important point. അതായത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ്, ആ ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ്, അവർ തമ്മിലൊരു അട്രാക്ഷൻ, ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ലൈക്ക് എ സോളാർ സിസ്റ്റം. എന്തുപോലെയാണ്? ഒരു സോളാർ സിസ്റ്റം പോലെയാണ്. നമുക്കറിയാം സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റർ ഉണ്ടാകും,
ദാറ്റ് ഈസ് സൺ. അതിനു ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് റുദർഫോർഡും തൻ്റെ ആറ്റം മോഡൽ പറയുന്നത്. ആ മോഡൽ അതുപോലെയാണ്. ആറ്റത്തിനും ഒരു സെൻറ്ററുണ്ട്, ദാറ്റ് ഈസ് ന്യൂക്ലിയസ്. ഇനി സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന പോലെ ഒരു സർക്കുലാർ ഓർബിറ്റിലൂടെ ഇലക്ട്രോണുകൾ പ്ലാനറ്റ്സിനെ പോലെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദിസ് മോഡൽ ഈസ് കോൾഡ് planetary model of atom. So that is the reason why it is called planetary model of atom. And why it is called nuclear model of atom? Why? Because in this model, or you can say in this atom model, the term nucleus is introduced. So these are the main points of Rutherford's atom model. Once again, the first and very important point, every atom is having a positively charged center called a nucleus, and they are very smaller in size. That means compared with the total volume of the atom, the volume of a nucleus is very, very smaller, and it is a highly denser, means 99% of the weight is concentrated in the nucleus. Second point, the negatively charged electrons are revolving around the nucleus in a certain circular path. And the third point, along with that, we want to say there is an electrostatic attraction between the nucleus and the electron. ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലൊരു അട്രാക്ഷൻസ് ഉണ്ട്. ആ അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് the electrons are revolving around the nucleus. And the last point about the solar system or planetary model, the model actually like a solar system. That is the reason why it is called a planetary model of atom. ഇത്രയുമാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേമാണ്. ഒന്ന് അറ്റോമിക് നമ്പറും മറ്റൊന്ന് മാസ് നമ്പറും. അപ്പോൾ അതിൽ ആദ്യം എന്താണ് അറ്റോമിക് നമ്പർ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, atomic number is the number of electrons or protons present in an atom. അതായത് ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുക. ഇനി എന്താണ് മാസ് നമ്പർ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ സം ഓഫ് number of neutrons and protons. അതായത് ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണത്തിൻ്റെ സമ്മിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കാറുള്ളത്. സോ രണ്ട് ടേം നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ദ important to it is the important terms, atomic number and mass number. Once again, atomic number, number of electrons or protons, and mass number, sum or total of number of neutrons and protons present in an atom. So ഇവിടുന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, ഒരു എലമെൻറ്റിൻ്റെ സിമ്പൽ എക്സ് എന്ന് കരുതുക. എക്സ് ഈസ് ദ സിമ്പൽ ഓഫ് ആൻ എലമെൻറ്റ്. And if A is the mass number and Z is the atomic number, then how it is represented? That mass number is represented at the top and atomic number is represented at the bottom. And this is the way an element is represented if you know the atomic number and mass number. അതായത് മാസ് നമ്പർ എപ്പോഴും സിമ്പലിന് മുകളിലായും അറ്റോമിക് നമ്പർ സിമ്പലിന് താഴെയായും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വി ഹാവ് എൻ എലമെൻറ്റ് സോഡിയം, അറ്റോമിക് നമ്പർ 11, മാസ് നമ്പർ 23. ഹൈഡ്രജൻ 1, അറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിമാണ്. കാർബൺ 6, 12. So this is the way an element is represented if you know the atomic number and mass number. എപ്പോഴും മാസ് നമ്പർ മുകളിലും അറ്റോമിക്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, വെയിറ്റ് കൂടിയത് തലയ്ക്ക് മുകളിൽ, വെയിറ്റ് കുറഞ്ഞത് താഴെ. ഓക്കെ, മാസ് നമ്പർ ടോപ്പിൽ, അറ്റോമിക് നമ്പർ താഴെ. ദിസ് ഈസ് ദ വേ an element is represented. Okay,
അടുത്തതായി നമ്മളിപ്പോൾ ഈ പഠിച്ച അറ്റോമിക് നമ്പറും മാസ് നമ്പറും വെച്ചിട്ടുള്ള ചെറിയ ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നു. വേറൊന്നുമല്ല, നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാം. അത് വെച്ചിട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ന്യൂട്രോൺസും കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇതൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് റിക്കളക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും നമുക്കറിയാം അറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അത് തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. കാരണം നിങ്ങൾക്കറിയാം പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സമ്മാണ് മാസ് നമ്പർ. അപ്പോൾ അതിനകത്ത് നിന്ന് ന്യൂട്രോണിൻ്റെ എണ്ണം വേണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാൽ മതി. പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 1123 സോഡിയം. അപ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും 11 തന്നെയാണ്. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 23 മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. സോ നമുക്ക് കിട്ടും ദറ്റ് ഈസ് 3 എന്ന് 1 പോയ 2 ആണ്. 3 - 1 2, 2 - 1 1, സോ 12. അതേസമയം നൈട്രജൻ്റെ നിങ്ങൾക്ക് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ സെയിം, അത് തന്നെയാണ് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം. മാസ് നമ്പർ 14, 14 - 7, ന്യൂട്രോണിൻ്റെ എണ്ണം 7. അടുത്തത് അലുമിനിയം 2713. അപ്പോൾ അറ്റോമിക് നമ്പർ 13, അത് തന്നെയാണ് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം. മാസ് നമ്പർ കണ്ടുപിടിക്കാൻ 27 - 13, ദാറ്റ് ഈസ് 14. സോ ഇങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടുപിടിക്കുന്നത് യൂസിങ് ദ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് എൻ എലമെൻറ്റ്. ഇനി നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ട് 2 ക്വസ്റ്റ്യൻ. ഒന്ന്, ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം കണ്ടുപിടിക്കുക. യുറേനിയം 235 92, ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ സിലിക്കൺ 1429. ഈ 2 ക്വസ്റ്റ്യനും നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കുള്ള ചോദ്യമാണ്. യുറേനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. നിങ്ങൾ നമ്പർ ഓഫ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന 3 ടേംസാണ് ഐസോടോപ്സ്, ഐസോബാർസ് ആൻഡ് ഐസോടോൺസ്. അതിലാദ്യം എന്താണ് ഐസോടോപ്സ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, they are the atoms of the same element having same atomic number but different mass number. അതായത് ഒരേ എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾ, സെയിം എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾ, ഹാവിങ് ഒരു പ്രോപ്പർട്ടി സെയിം അറ്റോമിക് നമ്പർ ആണ്, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണ്. സോ ദേ ആർ കോൾഡ് ഐസോടോപ്സ്. എക്സാമ്പിൾ, ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്സ് ആണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. H11 is called പ്രോട്ടിയം, 12 ഡ്യൂട്ടീരിയം ആൻഡ് 13 ട്രിഷിയം. അതുപോലെ കാർബണിൻ്റെ 3 ഐസോടോപ്സ് ആണ്. കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. അപ്പോൾ ഇവിടെയൊക്കെ പ്രത്യേകത അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കുന്നത് കൊണ്ട് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടി എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഐസോടോപ്സിന് സെയിം പ്രോപ്പർട്ടിയാണ്, സെയിം കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ വെയിറ്റ്, മാസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതാണ് ഐസോടോപ്സ്. അടുത്തത് ഐസോബാർസ് ആണ്. ഐസോബാർസിൻ്റെ പ്രത്യേകത they are the atoms of different elements having same mass number but different atomic number. ഐസോടോപ്പിന് ഓപ്പോസിറ്റ് ആണ്. they are the atoms of different elements, വ്യത്യസ്ത എലമെൻറ്റുകളുടെ ആറ്റങ്ങൾ. അവരുടെ പ്രത്യേകത മാസ് നമ്പർ മാത്രം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആയിരിക്കുകയും ചെയ്യും. അടുത്തത് നമ്മൾ മുൻപ് പഠിച്ചിട്ടില്ലാത്തൊരു ടേമാണ് ഐസോടോൺസ്. ഐസോടോൺസിൻ്റെ പ്രത്യേകത ദേ ആർ ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. പക്ഷെ അവർക്ക് ഒരേ ഒരു പ്രത്യേകതയുള്ളൂ, ദേ ഹാവ് എ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് മാസ് നമ്പറും സെയിം ആവണമെന്നില്ല, അറ്റോമിക് നമ്പറും അറ്റോമിക് നമ്പർ ഒരിക്കലും സെയിം ആകത്തില്ല, മാസ് നമ്പറും സെയിം ആകണമെന്നില്ല. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ,
they have a same number of neutron. ഇവിടെ നോക്കൂ, നൈട്രജൻ 715 കാർബൺ 614. ഈ രണ്ട് കേസിലും നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 15 - 7 8 ആൻഡ് in the second case number of neutrons എന്ന് പറയുന്നത് 14 - 6, that is 8. So same number of neutrons, so they are called isotopes. അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് ടേംസ്: ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോട്ടോൺസ്. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ നമ്മളിന്ന് കണ്ടു, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് കണ്ടു. ആ മോഡലിന് എന്തൊക്കെ ഡ്രോബാക്സ്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഉള്ളതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ഒരു ആറ്റം നമുക്കെല്ലാം അറിയാം, ആറ്റം ഈസ് സ്റ്റേബിൾ, ആറ്റം സ്റ്റേബിൾ ആണ്. ആ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡിന് സാധിച്ചില്ല. അതെങ്ങനെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അതായത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്നുള്ള സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ഒരു തിയറിയാണ് തിയറി ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ആ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഗെറ്റ് ആക്സിലറേറ്റഡ് ഇറ്റ് വിൽ ലൂസ് എനർജി എന്നാണ്. അതായത് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റഡ് മീൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾ അതിൻ്റെ കയ്യിലുള്ള എനർജി റിലീസ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നാണ് മാക്സ്വെൽ പറഞ്ഞത്. അത് മാക്സ്വെല്ലിൻ്റെ തിയറിയാണ്. പക്ഷേ നമ്മൾ ഈ തിയറി റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ന്യൂക്ലിയസിനകത്താണ്, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുകയാണ്, അവ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ തിയറി ഈ ആറ്റം മോഡലിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ദേ വിൽ ലൂസ് എനർജി. അതാണ് മാക്സ്വെൽ പറയുന്നത്. സോ വെൻ ദേ ലൂസ് എനർജി, ഇലക്ട്രോണുകൾ എനർജി ലൂസ് ചെയ്താൽ അവരുടെ കൈനറ്റിക് എനർജി കുറയുകയും അവർ സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യും. മീൻസ് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നതിൻ്റെ എനർജി കുറയുമ്പോൾ അവരുടെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കുറയുകയും. നിങ്ങൾക്കറിയാം, ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രോണുകൾ ചാർജുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ട് അത് മൂവ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞ് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ്റെ ഫലമായി ന്യൂക്ലിയസിലേക്ക് ഇലക്ട്രോൺ വന്ന് ഫോൾ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇഫ് ഇറ്റ് ഹാപ്പൻസ്, അങ്ങനെ സംഭവിച്ചാൽ ദ ആറ്റം വിൽ കൊലാപ്സ്, ആറ്റം കൊലാപ്സ് ആയി പോകും, ആറ്റം ഡിസ്ട്രോയ് ചെയ്യപ്പെടും, ആറ്റം ഇല്ലാതാകും. ബട്ട് വി നോ an atom is stable, ആറ്റം സ്ഥിരതയുള്ളതാണ്, ആറ്റം ഒരിക്കലും ഇല്ലാതാകില്ല, ഇറ്റ് വിൽ നോട്ട് ഡിസ്ട്രോയിഡ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ റുദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ആറ്റം മാക്സ്വെല്ലിൻ്റെ തിയറി പ്രകാരം അൺസ്റ്റേബിൾ ആണ്. പക്ഷെ നമുക്കറിയാം ആറ്റം ഒരിക്കലും അൺസ്റ്റേബിൾ അല്ല. അതിൻ്റെ അർത്ഥം റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ എന്തുണ്ട്, ഒരു ലിമിറ്റേഷൻ, ഒരു ഡ്രോബാക്ക് ഉണ്ട്, ഒരു തെറ്റുണ്ട്. അതുകൊണ്ടാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡല് അല്ലെങ്കിൽ റുദർഫോർഡിൻ്റെ അഭിപ്രായ പ്രകാരമുള്ള ആറ്റം കൊളാപ്സ്ഡ് ആയി പോകുന്നത്, ആറ്റം അൺസ്റ്റേബിൾ ആയി പോകുന്നത്. സോ വിച്ച് മീൻസ് നമുക്ക് പറയാം an atom is unstable. Rutherford's way of atom model or Rutherford's atom model is unstable. Okay, so that is the reason we said it failed to explain the stability of atom. Actually an atom is stable, but according to Rutherford his atom model is unstable, it is not stable. So he failed to explain the stability of atom. Okay, now second one, it failed to explain the arrangement of electrons in different orbits. അതായത് റുദർഫോർഡ് തൻ്റെ ആറ്റം മോഡലിൽ കൃത്യമായി പറയുന്നു ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് പുറത്തുള്ള ഷെല്ലുകളിൽ കൂടി റിവോൾവ് ചെയ്യുന്നു എന്ന്. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടില്ല
ന്യൂക്ലിയസിന് പുറത്ത് എത്ര ഷെല്ലുകൾ പോസിബിൾ ആണെന്ന്, ഷെൽസ് അല്ല, ഓർബിറ്റ്സ്, ഷെൽസ് ഇവിടെ വരുന്നതല്ല, ഷെൽസ് അടുത്ത ആറ്റം മോഡലിലുള്ളതാണ്, അദ്ദേഹം കൃത്യമായി പറയുന്നില്ല എത്ര ഓർബിറ്റ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന്. ന്യൂക്ലിയസിന് പുറത്ത് എത്ര ഓർബിറ്റ്സ് ആണ് അലൗഡ് എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് only said that the electrons are revolving around the nucleus in a certain circular path called orbit. He didn't say how many orbits are there and how electrons are arranged in these orbits. ഓർബിറ്റുകൾക്കുള്ളിൽ എത്ര വീതം ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഓർബിറ്റുകളാണ് ന്യൂക്ലിയസിന് പുറത്തുള്ളത്, ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടേയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്രോബാക്ക്. മൂന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്നാണ്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യമാണ് അറ്റോമിക് സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ഒരു എലമെൻറ്റിൻ്റെ സ്പെക്ട്രം, അത് ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ആറ്റം മോഡലിന് സാധിച്ചില്ല. കാരണം എന്തുകൊണ്ട് ഇതിവിടെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, അടുത്ത ആറ്റം മോഡലായ ബോറിൻ്റെ ആറ്റം മോഡൽ കൃത്യമായി ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ആറ്റം മോഡലിന് സാധിച്ചില്ല എന്നുള്ളതാണ് അടുത്ത ഫെയില്യൂർ. അപ്പോൾ ഇത്രയുമാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ മെയിൻ ഡ്രോബാക്സ്. ഓക്കെ, അടുത്തതായിട്ട് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ് നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ് 9th പഠിച്ചിട്ടുണ്ട്. പുതിയ ആറ്റം മോഡലാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ കഴിഞ്ഞിട്ടുള്ള പുതിയ ആറ്റം മോഡലാണ് ബോർ ആറ്റം മോഡൽ. ആ ബോർ ആറ്റം മോഡലിനെ പറ്റിയെല്ലാം വ്യക്തമായി നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ ഇനി +1 ബോർ മോഡൽ പഠിക്കും. പക്ഷേ ആ റുദർഫോർഡിൻ്റെ മോഡൽ കഴിഞ്ഞ് നിങ്ങൾ 9th നേരിട്ട് ബോർ മോഡൽ പഠിച്ചുവെങ്കിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ ബോർ മോഡലിലേക്ക്, അല്ലെങ്കിൽ ബോർ മോഡൽ എന്ന് പറയുന്ന പുതിയൊരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നീൽസ് ബോറിനെ സഹായിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് സഹായിച്ച കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഡെവലപ്മെൻറ്റ്സ് മീൻസ് ഡെവലപ്മെൻറ്റ്സ് ഇൻ കെമിസ്ട്രി ആൻഡ് സയൻസ്. സയൻസിൽ, ശാസ്ത്രത്തിലുണ്ടായ മാറ്റം, കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് ശേഷം ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സയൻസിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി, പുതിയ പുതിയ കണ്ടെത്തലുകളുണ്ടായി. ആ കണ്ടെത്തലുകൾ പലതുമാണ് ബോറിനെ കൊണ്ട് പുതിയൊരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ബോർ പുതിയൊരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ആ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പം നമ്മൾ ഇനി കുറച്ച് വഴി മാറി പോവുകയാണ് ഇവിടുന്ന്. ബോർ മോഡലിലേക്ക്, അല്ലെങ്കിൽ ബോർ പുതിയൊരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ സഹായിച്ച ആ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഡ്യുവൽ ബിഹേവിയർ എന്ന് വെച്ചാൽ ദ്വൈത സ്വഭാവം, രണ്ട് സ്വഭാവം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഡ്യുവൽ ക്യാരക്ടറിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. ഡ്യുവൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ അർത്ഥം വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് ക്യാരക്ടർ. അതായത് തരംഗ സ്വഭാവവും കണികകളുടെ സ്വഭാവവും, ഈ രണ്ട് സ്വഭാവവും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എക്സ്പ്രസ് ചെയ്യുന്നു, കാണിക്കുന്നു എന്നുള്ളതാണ് ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പറ്റി പഠിക്കണം. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം അടുത്ത രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം അറ്റോമിക് സ്പെക്ട്ര. അതായത് അറ്റോമിക് സ്പെക്ട്ര, ഒരു ആറ്റത്തിൻ്റെ സ്പെക്ട്രം, ആ സ്പെക്ട്രം അറ്റോമിക് സ്പെക്ട്രയുടെ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഒരു ആറ്റത്തിൻ്റെ സ്പെക്ട്രം മീൻസ് ഒരു എലമെൻറ്റ് തരുന്ന സ്പെക്ട്രം എങ്ങനെയാണ്, ആ സ്പെക്ട്രത്തെ പഠിച്ചതിൽ നിന്നുണ്ടായ കൂടുതൽ അറിവാണ് ബോറിനെ കൊണ്ടൊരു പുതിയ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായകരമായത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് ഈ 2 പോയിൻറ്റും, അതായത് ഈ അറ്റോമിക് സ്പെക്ട്ര എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഓർക്കുക, ഈ 2 കാര്യങ്ങളും എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ബോറിൻ്റെ ആറ്റം മോഡൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ പറ്റിയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ.
അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്നാണ്. വാട്ട് ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഓർ വാട്ട് യു മീൻ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ എന്താണ് റേഡിയേഷൻസ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ടാണത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലേക്ക് പോകാൻ പറ്റുക. ഇപ്പോൾ റേഡിയേഷൻസ് അഥവാ വേവ്, തരംഗം. നിങ്ങൾക്കറിയാം എന്താണ് വേവ് അഥവാ തരംഗം എന്ന്, അല്ലേ? കാരണം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ തന്നെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നും വിളിക്കുന്നത്. അപ്പോൾ എന്താണ് തരംഗം അഥവാ എന്താണ് വേവ്? നിങ്ങൾക്കറിയാം അതിൻ്റെ ഉത്തരം. അത് നിങ്ങൾക്കറിയാം. എ വേവ്, വാട്ട് യു മീൻ ബൈ എ വേവ്? യെസ്, ഇറ്റ് ഈസ് ദ propagation of energy. Yes, simply a wave means is the propagation of energy from one point to other. ഒരു പോയിന്റിൽ നിന്നും ഒരു സോഴ്സിൽ നിന്നും എനർജി ക്രസ്റ്റ് ആൻഡ് ട്രഫ്, അല്ലേ, ഉയർച്ച താഴ്ചകളായിട്ടുള്ള എനർജിയുടെ പ്രൊപ്പഗേഷൻ, അതിനെയാണ് നമ്മൾ വേവ്സ് എന്ന് വിളിക്കാറുള്ളത്. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ വേവിനെ കാണിക്കുകയാണ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ. ദിസ് ഈസ് ദ വേവ് വി ആർ റെപ്രസെൻറ്റിങ് എ വേവ്. എ വേവ് മീൻസ് the propagation, simply it is the propagation of energy like a sound, like a light, etc. Am I right? So what do you mean by a radiation or a wave? A wave or a radiation means it is simply the propagation of energy from one point to other. ഒരു പോയിന്റിൽ നിന്നും മറ്റു പോയിന്റിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള എനർജിയുടെ പ്രൊപ്പഗേഷൻ ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്, അല്ലേ, ഉയർച്ച താഴ്ചകളായിട്ടുള്ള എനർജിയുടെ മൂവ്മെൻറ്റ്, പ്രൊപ്പഗേഷൻ. ഇറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് റേഡിയേഷൻസ് ഓർ വേവ്. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. വേവ് എന്താണെന്ന് നമുക്കറിയാമെങ്കിൽ വാട്ട് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? എ വേവ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമുക്കറിയാം, ഒരു വേവ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി മറ്റു പോയിന്റിലേക്ക് അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ തരംഗത്തിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടി ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വേവ് അഥവാ ഒരു തരംഗം സഞ്ചരിച്ചു പോകുമ്പോൾ ആ തരംഗത്തോടൊപ്പം തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡും അഥവാ ഒരു വൈദ്യുത മണ്ഡലവും അതോടൊപ്പം കാന്തിക മണ്ഡലവും, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ അത്തരം വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ദേ പ്രൊപ്പഗേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ വേവ്. And we simply say it as oscillating electric field and magnetic field. Oscillating means നിങ്ങൾക്കറിയാം ലൈക്ക് ക്രസ്റ്റ് ആൻഡ് ട്രഫ്, അഥവാ ഉയർച്ച താഴ്ചകളായിട്ട് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈ വേവ്സിനോടൊപ്പം സഞ്ചരിക്കുന്നത്. അത് മ്യൂച്വലി പെർപെൻഡിക്കുലറും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി an electromagnetic radiation. First of all, what is a radiation or a wave? Simply I told, a wave means simply the propagation of energy from one point to other. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റുകളിലേക്കുള്ള എനർജിയുടെ പ്രൊപ്പഗേഷൻ ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് എ വേവ്. ആൻഡ് അടുത്ത പോയിന്റ്, എ വേവ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത്തരത്തിലുള്ള ഒരു വേവിനോടൊപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. എങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും? ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദെയർ എലോങ് വിത്ത് ദ വേവ്. വേവിനോടൊപ്പം ഓസിലേറ്റിംഗ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉയർച്ച താഴ്ചകൾ പോലെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആ വേവിനോടൊപ്പം ഉണ്ടെങ്കിൽ ആ വേവിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതിൻ്റെ ഒരു പോയിന്റ് കൂടി, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ിലുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കൂടാതെ അടുത്ത പോയിന്റ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഈസ് സിംപ്ലി ബൈ ദ ആക്സിലറേഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ദ തിയറി വാസ് ഗിവൻ ബൈ മാക്സ്വെൽ. ഐ ടോൾഡ് ഏർലി ദാറ്റ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്നുള്ള സയൻറ്റിസ്റ്റാണ് ആ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ചാർജുള്ള പാർട്ടിക്കിൾ എപ്പോഴാണോ ചലിക്കുന്നത്, ആക്സിലറേറ്റ് ചെയ്യുന്നത് അഥവാ മൂവ് ചെയ്യുന്നത്, അപ്പോഴാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തതായി ഈ വേവ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേവ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. നിങ്ങൾ മുന്നേ അറിയാവുന്ന കാര്യങ്ങൾ: വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വെലോസിറ്റി. ഇനിയൊരു പുതിയ ടേം വേവ് നമ്പർ. ഓരോന്നോരോന്ന് നമുക്ക് എന്താണെന്നറിയാം. ആദ്യം വേവ് ലെങ്ത്. That is represented by the letter lambda. It's a Greek letter lambda. What is wavelength? You know, ആ പേര് തന്നെ ഉണ്ട്, ലെങ്ത് ഓഫ് എ വേവ്, ഒരു വേവിൻ്റെ നീളം, ലെങ്ത്. But it is calculated, you know that it's a distance between two nearest crust or two nearest ട്രഫ്. അതായത് അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അകലം. അടുത്തടുത്തുള്ള രണ്ട് ഉയർച്ചകൾ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് താഴ്ചകൾ തമ്മിലുള്ള അകലം. That is simply known as wavelength, and it is represented by the letter lambda. So wavelength means it is the distance between two nearest troughs or two nearest crusts. That is simply known as wavelength, represented by the letter lambda. Ini the SI unit of wavelength, length aanu, but length in SI unit it is meter. But you know, usually waves have a very small wavelength, so therefore wavelength is normally represented in nanometers. That you want to be carefully noted down. വേവ്ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ തന്നെയാണ്, പക്ഷേ വേവുകളുടെ വേവ് ലെങ്ത് വളരെ സ്മോളർ ആയതുകൊണ്ട് നമ്മൾ നാനോമീറ്റേഴ്സിലാണ് വേവ് ലെങ്ത് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കറിയാം, 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. അപ്പം അത്രയ്ക്ക് ചെറുതാണ് വേവ്സിൻ്റെ വേവ് ലെങ്ത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ടേമാണ് ഫ്രീക്വൻസി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസി മീൻസ് നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന വേവ്സിൻ്റെ എണ്ണം ഇൻ 1 സെക്കൻഡ്, അല്ലേ? 1 സെക്കൻഡ് സമയത്തിനുള്ളിൽ കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണം, വേവ്സിൻ്റെ എണ്ണം. ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ഡിഫൈൻഡ് ആസ് the number of waves per second. 1 സെക്കൻഡിൽ കടന്നു പോകുന്ന വേവ്സിൻ്റെ എണ്ണം. റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ന്യൂ, NU, ന്യൂ. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ്. ഇതിനെയാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഹെഡ്സ് എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്, ദാറ്റ് ഈസ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അടുത്തത് വെലോസിറ്റിയാണ്. യുനോ, നമുക്കറിയാം വെലോസിറ്റി മീൻസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈമാണ്, ദാറ്റ് ഈസ് സ്പീഡ്. യുനോ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ C. അപ്പോൾ ഒരു വേവിൻ്റെ നേച്ചറാണ്, പ്രോപ്പർട്ടിയാണ് വെലോസിറ്റി. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ് എന്നാണ്. 1 സെക്കൻഡ് സമയം കൊണ്ട് വേവ് സഞ്ചരിക്കുന്ന ദൂരം, ദാറ്റ് ഈസ് കോൾഡ് ദ വെലോസിറ്റി ഓഫ് വേവ്, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ C. ആൻഡ് യു നോ, all the electromagnetic radiations moves with a velocity of 3 × 10⁻⁸ meter per second. That is the velocity of light. അതായത് ലൈറ്റിൻ്റെ അതേ വേഗതയിൽ തന്നെയാണ് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും സഞ്ചരിക്കാറുള്ളത്. ദാറ്റ് ഈസ് 3 × 10⁻⁸ meter per second. ഇനി ലാസ്റ്റ് പോയിന്റ്, വേവ് നമ്പർ, represented by the letter nu bar. You know, it is the reciprocal of wave length എന്നുള്ളതാണ്. വേവ് ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ് വേവ് നമ്പർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്
മീറ്റർ ഇൻവേഴ്സ് ആണ്. കാരണം വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലായ വേവ് നമ്പറിൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ്. പക്ഷേ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പ്രസൻറ്റ് ഇൻ 1 സെൻറ്റിമീറ്റർ ഓഫ് ലെങ്ത്. അതായത് 1 സെൻറ്റിമീറ്റർ ലെങ്തിനുള്ളിൽ ഉൾക്കൊള്ളുന്ന തരംഗങ്ങളുടെ വേവ്സിൻ്റെ എണ്ണം. നമ്പർ ഓഫ് വേവ്സ് പ്രസൻറ്റ് ഇൻ 1 സെൻറ്റിമീറ്റർ ഓഫ് ലെങ്ത്. 1 സെൻറ്റിമീറ്റർ ലെങ്തിനുള്ളിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് ഓർ വേവ് ലെങ്ത്സ് പെർ സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ലെങ്തിനുള്ളിൽ ഉൾക്കൊള്ളുന്ന തരംഗങ്ങളുടെ എണ്ണം. ആ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് നമ്പർ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ പറയുക ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ഓർ വേവ്സ് പെർ സെൻറ്റിമീറ്റർ. അതുകൊണ്ട് SI യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ആണെങ്കിലും നമ്മൾ നോർമലി വേവ് നമ്പറിൻ്റെ യൂണിറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേവ് ലെങ്തിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും 3-4 പ്രോപ്പർട്ടീസ് നമ്മൾ വേവ്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, വേവ്സിൻ്റെ അഥവാ തരംഗങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ആംപ്ലിറ്റ്യൂഡ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് ദ ട്രഫ്. ഉയർച്ചയുടെ ആ ക്രസ്റ്റിൻ്റെ ഉയരം അല്ലെങ്കിൽ ട്രഫിൻ്റെ ആഴം, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ലൈറ്റിൻ്റെ കാര്യം, ലൈറ്റിനെ നിങ്ങളൊരു വേവായിട്ട് കൺസിഡർ ചെയ്താൽ ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രൈറ്റ്നെസ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റാണ്. അപ്പോൾ ഒരു കുഞ്ഞു പോയിന്റ് ആംപ്ലിറ്റ്യൂഡ് ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് ദ ട്രഫ് and it determines the intensity or brightness of the light. Okay, now along with this we need to know another thing, that because we are discussing about electromagnetic radiations, so അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറേ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെയാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് റിലക്സ് ഗാമ എന്ന് ഓർത്തിരിക്കാൻ സാധിക്കുമല്ലോ, അതിനിടയ്ക്ക് കൂടി ഒരു എം. അപ്പോൾ RM റിലാക്സ് മീൻ R ഇട്ട് M അവിടെ ജസ്റ്റ് ഒന്ന് മറന്നേക്കുക നിങ്ങൾ. റിലാക്സ് ഗാമ ഇടയിൽ M. ഓക്കെ, അല്ലെങ്കിൽ R മിലക്സ് ഗാമ എന്ന് പറഞ്ഞാലും മതി. R മിലക്സ് ഗാമ വേണ്ട, റിലാക്സ് ഗാമ, ആറിന് താഴെ M. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇത് എന്താണ്. ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ഷോർട്ട് ഫോമാണ്. R എന്നുള്ളത് റേഡിയോ വേവ്സ് എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. M മൈക്രോവേവ്സ് ആണ്. I ഇൻഫ്രാറെഡ് ആണ്. L നമ്മുടെ വിസിബിൾ ലൈറ്റ് അഥവാ സൺലൈറ്റ്. U UV. X എക്സ്റേ. ഗാമ എന്നുള്ളത് ഗാമ റേസ്. ഈ തന്നിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ കാണപ്പെടുന്ന, നമ്മുടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളാണ്. ഈ എഴുതിയിരിക്കുന്ന ഓർഡറിന് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. താഴോട്ട് വരുംതോറും വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ മുകളിലേക്ക് പോകും തോറും ഫ്രീക്വൻസി ഈസ് ഇൻക്രീസിങ്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സലി പ്രപ്പോർഷണലാണ്. ദാറ്റ് ഈസ് ന്യൂ ഈസ് ഈക്വൽ ടു c/λ എന്നുള്ളതാണ്. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ വേവ് ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം c കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്. ന്യൂ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണ്. അതിൻ്റെ അർത്ഥം വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണ്. സോ പറഞ്ഞു വന്നത് ചെറിയൊരു വ്യത്യാസം.
താഴേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു, അതുകൊണ്ട് തന്നെ താഴേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. അതായത് റേഡിയോ വേവ്സിനാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ, അതിൻ്റെ അർത്ഥം ഫ്രീക്വൻസി ഏറ്റവും കുറവ് റേഡിയോ വേവ്സിനാണ്. താഴേക്ക് വരും തോറും ഫ്രീക്വൻസി കൂടി വരും. ഗാമ റൈസിനാണ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ, എന്നാൽ വേവ് ലെങ്ത് ഗാമ റൈസിനാണ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ, ബട്ട് വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളത്. ഇനി ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ അവരുടെ വേവ് ലെങ്തിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ ആണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് in the decreasing order of wavelength or increasing order of frequency. This is called electromagnetic spectrum. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ഓർഡർ ഓർത്ത് വയ്ക്കുക. ഇനി ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനും നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. റേഡിയോ വേവ്സിന് നമുക്കറിയാം റേഡിയോ പ്രക്ഷേപണത്തിനും അതുപോലെ നമ്മൾ വയർലെസ് സെറ്റുകളുടെയൊക്കെ വർക്കിങ്ങിന് റേഡിയോ വേവ്സ് അനിവാര്യമാണ്. മൈക്രോവേവ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് മൊബൈൽ ഫോണിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ IR റേഡിയേഷൻ യൂസ് ചെയ്തിട്ടാണ് വിദൂര ഫോട്ടോഗ്രാഫി പോസിബിൾ ആകുന്നത്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിസിബിൾ ലൈറ്റ് അഥവാ നമ്മുടെ സൺലൈറ്റ് ആണ്. ദാറ്റ് ഈസ് വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അത് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. UV, ഗാമ, യു നോ ദാറ്റ്. അൾട്രാ വയലറ്റ് റേഡിയേഷൻസും ലോങ് റേഞ്ച് ഫോട്ടോഗ്രാഫിക്ക് സഹായിക്കുന്നു. എക്സ്റേ നമുക്കറിയാം, എക്സ്റേയുടെ ഉപയോഗം. അതുപോലെ ഗാമ റേഡിയേഷൻസ് ആണ് ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ഏറ്റവും എനർജി കൂടിയ റേഡിയേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻസ് ആണ് ഗാമ റേഡിയേഷൻ. ഏറ്റവും പെനട്രേറ്റിംഗ് പവറുള്ള റേഡിയേഷനാണ് ഗാമ റേഡിയേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഈ ഓർഡർ ഓർത്ത് വയ്ക്കുക. ഓക്കെ.